മച്ചമാരെ എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം അബുക്കെ ബ്ലോഗ്സ് അഭിലാഷ്. നല്ല പണി കിട്ടിക്കാണ് തൊണ്ടയ്ക്കിട്ടോ, അതുകൊണ്ടാണ് ശബ്ദം കുറച്ച് കുറവ്. അല്ലെങ്കിൽ നല്ല തൊള്ളപൊളിയായിട്ട് സംസാരിക്കുന്ന വ്യക്തിയാണ് ഞാൻ, നിങ്ങൾക്കറിയാലോ. അപ്പോൾ നമ്മൾ MG റോഡിലുള്ള ഒലയുടെ ഷോറൂമിലാണ് കേട്ടോ. എന്താണെന്നല്ലേ, റോഡ്സ്റ്റർ എക്സ്പ്ലസ് ഈ ഒരു വാഹനത്തിന്റെ വിശേഷങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആ ഒരു വിശേഷത്തിലേക്ക് പോയാലോ? പോവല്ലേ? പോരേട്ടാ. വാഹനം നമ്മുടെ കയ്യിൽ കിട്ടിയിട്ട് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാണ്ടിരിക്കുന്നത് ശരിയല്ലല്ലോ. ഞാൻ അങ്ങോട്ട് ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്തു കേട്ടാ. നല്ല റോഡ് പ്രസൻസ് ആണ് ഇവനെ ഓടിക്കുമ്പോൾ കിട്ടണേ കേട്ടാ. അതുപോലെ അത്യാവശ്യത്തിന് ടെറൈൻ റോഡും കുഴികളൊക്കെ നമ്മൾ ചാടിപ്പിച്ച് നോക്കി. അങ്ങനെ വലിയൊരു അടി കാര്യങ്ങൾ കിട്ടുന്നില്ല. എന്നെ ഞെട്ടിപ്പിച്ച് കളഞ്ഞത് ഇവൻ്റെ പവറാണ് കേട്ടോ. ഒരു രക്ഷയിലും ഇവൻ്റെ പവർ. എന്തായാലും നിങ്ങളും ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഓല റോഡ്സ്റ്റർ എക്സ്പൾസിന്റെ വിശേഷങ്ങൾ പറഞ്ഞുതരാൻ വേണ്ടിയിട്ട് ഓല ഷോറൂമിലെ ബ്രാഞ്ച് ചാമ്പ്യനായ ആതിര മേഡം നമ്മളോടൊപ്പം ഉണ്ട്. ആതിര മേഡത്തിന്റെ അടുത്ത് നമുക്ക് റോഡ്സ്റ്ററിന്റെ വിശേഷങ്ങൾ ചോദിക്കാട്ടാ. ആതിര മേഡം നമസ്കാരം. നമസ്കാരം ബ്രോ. എന്തൊക്കെയുണ്ട് വിശേഷം? ഓക്കെ ആതിര മേഡം, അപ്പൊ നമ്മുടെ ഓലയുടെ റോഡ്സ്റ്റർ എക്സ്പൾസ് വന്നിരിക്കുകയാണല്ലേ? ഇതെങ്ങനെ ഉണ്ടായിട്ടോ? കിടക്കാച്ചല്ലേ? എന്താ പറയാ, ഒരു കുഞ്ഞൻ മസ്കുലർ EV ബൈക്ക്. തീർച്ചയായിട്ടും. ഓക്കെ, അപ്പൊ നമ്മുടെ ഓല റോഡ്സ്റ്റർ എന്തൊക്കെ സവിശേഷതകളാണ് ഓല ബ്രാൻഡ് കൊണ്ടുവന്നത്? നമുക്ക് റോഡ്സ്റ്ററിന്റെ ബില്ലിങ്ങും ഡെലിവറിയും സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഇതിന്റെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറഞ്ഞാൽ ഇതിന്റെ പ്രൈസ് ആണ്. അതായത് 1 ലക്ഷം രൂപയുടെ താഴെയാണ് ഇതിന്റെ ഷോറൂം പ്രൈസ് സ്റ്റാർട്ട് ചെയ്യണത്. ഈ ഒരു കിടക്കാച്ചേറ്റതിനല്ലേ? തീർച്ചയായിട്ടും. ഈ വന്നിരിക്കുന്ന മോഡലില് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ മോഡല്, ഇതിന് കമ്പനി പറയുന്നത് 252 കിലോമീറ്റർ വരെ IDC റേഞ്ച് ആണ്. 252 അതന്നെ. ഇതിന്റെ തന്നെ റോഡ്സ്റ്റർ പ്രോ എന്ന് പറഞ്ഞ മോഡൽ വരുന്നുണ്ട് അബുക. അത് നമുക്ക് 8 കിലോ വാട്ടിന്റെ ബാറ്ററി കപ്പാസിറ്റിയില് 316 കിലോമീറ്റർ ആണ് IDC റേഞ്ച് പറയണത്. അതിന് 316 കിലോമീറ്റർ IDC റേഞ്ച്. ഓക്കെ, അപ്പൊ ഇനി ഈ ഒരു വാഹനമൊക്കെ എടുക്കണ ആൾക്കാരുടെ കയ്യില് പോക്കറ്റില് ജോർജ് കുട്ടി ഉണ്ടാവും. തീർച്ചയായിട്ടും. ഇതിലും മാത്രല്ല, അതുകൊണ്ട് തീർന്നിട്ടില്ല. 16 കിലോ വാട്ടിന്റെ ഇതേ സെയിം പ്രോ വരുന്നുണ്ട്. അതിന്റെ റേഞ്ച് കാണിക്കുന്നത് എത്രയാണെന്നറിയോ? 579 കിലോമീറ്റർ ആണ് IDC. എത്ര? 579. വേറെ ലെവലിലേക്ക് പോണേ. പിന്നെ ഇത് മാത്രല്ല, നമുക്ക് ഇതിൽ എത്ര വേരിയന്റ് തന്നെ വരുന്നുണ്ടെന്നറിയോ? റോഡ്സ്റ്ററിന്റെ എക്സ്പ്ലസ് എന്ന് പറഞ്ഞ മോഡൽ തന്നെ 4.5 കിലോ വാട്ട് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന വണ്ടി. ഇതിന്റെ തന്നെ 9 കിലോ വാട്ടിന്റെ വരുന്നുണ്ട്. പിന്നെ X സീരീസ് വരുന്നുണ്ട്. അതിന്റെ 2.5 കിലോ വാട്ട് വരുന്നുണ്ട്, 3.5 ഉണ്ട്. അതെ, നമ്മളെ ഓൾറെഡി ഇറങ്ങിക്കഴിഞ്ഞു. ഇനി നമ്മളിപ്പോ ഡെലിവറി ബില്ലിംഗ് ഒക്കെ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഇതിന്റെ നമുക്ക് ഈ വണ്ടി ചാർജ് ചെയ്യാനായിട്ട് 5.9 അവർ പറയുന്നത്. 500 ആ ഒരു റേഞ്ചിലുള്ള വാഹനം 8 hours വരും. 8 hours അല്ലേ? അപ്പൊ ഈ ഒരു 300ന്റെ ഇടയിലുള്ള ഗ്യാപ്പും അതും എനിക്ക് തോന്നുന്നു ഈ ഒരു വാഹനത്തിന്റെ സെയിം ചാർജിങ് തന്നെയായിരിക്കും. അതെ അതെ, നമുക്കിപ്പോ ഇതിന്റെ 3.5 വരുന്നുണ്ട് എക്സില്. അതൊക്കെയാണെങ്കിൽ നമുക്ക് ഇതിലും കുറവാണ് അതിന്റെ ടൈം വരുന്നത്. 4.6 hours വരുന്നുള്ളൂ. നിരത്തിൽ എന്താ പറയാ, ഗംഭീര ഒരു സ്ഥാനം പിടിച്ചെടുക്കും അല്ലേ?
തീർച്ചയായിട്ടും ഇപ്പൊ നമുക്ക് നല്ല നല്ല രീതിയിൽ എൻക്വയറി കോളുകളാണെങ്കിൽ നല്ല രീതിയിൽ കോളുകൾ വരുന്നുണ്ട്. ഓക്കെ, ഈ ഒരു റേഞ്ച് ഒക്കെ പറഞ്ഞ പിന്നെ വിളിക്കാണ്ടിരിക്കും ആൾക്കാര്. കസ്റ്റമേഴ്സിനൊക്കെ നോക്കിയിരുന്ന് കാത്തിരുന്ന് വരുന്ന ഒരു മോഡലല്ലേ. ഇവിടെ നമ്മുടെ TFT ഡിസ്പ്ലേയുടെ ആ ഒരു പോർഷൻ കാണാലോ അല്ലെ? തീർച്ചയായിട്ടും. ഓക്കെ, ഇനി അടുത്ത മോഡൽ വരുമ്പോ നമുക്ക് ടച്ച് ആണ് വരുന്നത് അല്ലെ ഡിസ്പ്ലേ? അതെ, ഇനി അടുത്തൊരു മോഡൽ വരുമ്പോ നമുക്ക് ഫുൾ ടച്ച് സ്ക്രീനോട് കൂടിയിട്ടായിരിക്കും വരും. തൊട്ടു താഴെയായിട്ട് അടിപൊളി ഒരു DRL വന്നിട്ടുണ്ട് കേട്ടോ. ഒരു ചന്ദ്രക്കല ആ ഒരു ബേസിലാണ് ഈ ഒരു DRL വന്നിട്ടുള്ളത്. LED ഹെഡ്ലൈറ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് സസ്പെൻഷൻ നോക്കുകയാണെങ്കിൽ ടെലിസ്കോപ്പിക് സസ്പെൻഷൻ ആണ് കൊടുത്തിട്ടുള്ളത്. താഴെ നോക്കുകയാണെങ്കിൽ നല്ലൊരു ഭംഗിയിൽ തന്നെ മൺഗാർഡ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കൂടാതെ നമുക്ക് നല്ലൊരു അലോയ്സും അതോടൊപ്പം തന്നെ ഡിസ്ക് ബ്രേക്കും വരുന്നുണ്ട് കേട്ടോ. നമുക്ക് ബാക്ക് ഡ്രം ആണ് കൊടുത്തിട്ടുള്ളത്. ഫ്രണ്ട് ഡിസ്ക് ബ്രേക്ക് ആണ് കേട്ടോ. ടയർ സൈസ് വരുന്നത് 18 ആണ് കേട്ടോ. ഈ ഒരു സൈഡിലായിട്ട് നല്ല സ്പോർട്ടി ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതും നല്ല ഫ്ലെക്സിബിലിറ്റി ആയിട്ടുള്ള ഇൻഡിക്കേറ്റേഴ്സ് ആണ് നൽകിയിട്ടുള്ളത്. ഇനി വാഹനത്തിന്റെ സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ കണ്ടോ, ഈ ഒരു ടാങ്കിന്റെ ഭാഗത്തൊക്കെ ആയിട്ട് നമുക്കൊരു ലെയറിങ്ങോട് കൂടിയിട്ട് ഇതിലാണ് നമുക്ക് ഒല എന്നുള്ള ആ ഒരു ബ്രാൻഡ് സ്റ്റിക്കർ കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഈ ഒരു ഭാഗത്ത് നമുക്ക് ഓപ്പൺ ആയിട്ടാണ് നിൽക്കുന്നത്. അത് ഒരു വാഹനത്തിന്റെ സൈഡിൽ നോക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗി തന്നെ കൂട്ടുന്നുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് കറക്റ്റ് ഒരു റേഡിയേറ്റർ നിൽക്കണമെന്ന് തോന്നും കേട്ടോ. പക്ഷെ റേഡിയേറ്റർ അല്ല, ഇതിന്റെ ബാറ്ററി പോർഷൻ ആണ് കേട്ടോ ഈ ഭാഗം വരുന്നത്. ഇതിൽ ഫുള്ള് ഈ ഒരു വാഹനത്തിന്റെ എന്താ പറയാ പവർ എന്നുള്ള ആ ഒരു സംഭവം കിട്ടുന്ന ബാറ്ററി സ്റ്റോറേജ് ചെയ്തിട്ടുള്ളത് ഇവിടെയാണ് കേട്ടോ. ഈ ഒരു സൈഡിലായിട്ട് നമുക്ക് റോഡ് സ്റ്റാർ X+ എന്നൊക്കെയുള്ള ലെറ്ററിങ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. റിയറിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് റിയർ ടെയിലേമ്പ് LED തന്നെയാണ് വന്നിട്ടുള്ളത്. നല്ല രീതിയിൽ തന്നെ ഒരു മൺഗാർഡ് കൊടുത്തിട്ടുണ്ട്. അതിന്റെ തൊട്ട് താഴെയായിട്ട് നമുക്കൊരു LED ലൈറ്റ്സും കാണാൻ പറ്റും കേട്ടോ. സൈഡിലായിട്ട് ഫ്ലെക്സിബിലിറ്റി ആയിട്ടുള്ള നല്ല ഇൻഡിക്കേറ്റേഴ്സും നൽകിയിട്ടുണ്ട്. ഡ്രൈവ് നോക്കുകയാണെങ്കിൽ ചെയിൻ ഡ്രൈവ് ആണ് കേട്ടോ വരുന്നത്. റിയർ സസ്പെൻഷൻ നോക്കുകയാണെങ്കിൽ ടിൻ ഷോക്ക് സസ്പെൻഷൻ ആണ് ബാക്കിൽ നൽകിയിട്ടുള്ളത് കേട്ടോ. താഴെയായിട്ട് നല്ല റബ്ബർ ബീഡിങ്ങോട് കൂടിയിട്ടുള്ള ഫുട് റെസ്റ്റും വാഹനത്തിൽ നൽകിയിട്ടുണ്ട്. നല്ലൊരു സാരി ഗാർഡും കൂടി വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു മോഡലിന്റെ സീറ്റിന്റെ ഭാഗത്തോട്ട് വരികയാണെങ്കിൽ നല്ല കുഷ്യൻ സീറ്റാണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എത്ര ലോങ്ങും നമുക്ക് സുഖകരമായിട്ട് യാത്ര ചെയ്യാൻ പറ്റും. അത്യാവശ്യത്തിന് നിങ്ങൾ കണ്ടോ ലോങ് ആയിട്ടുള്ള സീറ്റിംഗ് ആണ് നൽകിയിട്ടുള്ളത് കേട്ടോ. ഇതിന്റെ മെയിൻ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 2 ചാർജിങ് വന്നിട്ടുണ്ട് കേട്ടോ. ഒന്ന് നമുക്ക് പുറത്തു പോയിട്ട് ഇതില് ചാർജ് ചെയ്യാനുള്ള സൗകര്യം കൊടുത്തിട്ടുണ്ട്. നമുക്കിപ്പോ ഒലയുടെ ബ്രാഞ്ചിലോ അല്ലെങ്കിൽ നമുക്ക് പുറത്ത് എവിടെയാണെങ്കിലും ചാർജ് ചെയ്യാനുള്ള സൗകര്യം. അതുപോലെ ഇനി വേറെ തരാട്ടോ, നേരെ സീറ്റ് നമുക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിന്റെ ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ ലോങ് ഒക്കെ പോവാണെങ്കിൽ ഇപ്പൊ ജസ്റ്റ് വേറെ ചാർജിങ് സ്റ്റേഷനോ കാര്യങ്ങളോ ഇല്ലെങ്കിൽ പോലും നമുക്ക് ജസ്റ്റ് ഒരു വീട്ടിൽ ചോദിക്കേ സാധാ നമുക്ക് വീടുകളിൽ മൊബൈലൊക്കെ കുത്തണമെന്നുള്ള ഒരു പ്ലഗാണ്. വലിയ വൈഡ് അല്ലാത്ത ഒരു ഹാൻഡിൽ ബാർ ആണ് കൊടുത്തിട്ടുള്ളത്. എന്നാൽ നെഞ്ചു മിരിച്ചിരിക്കാന്ന് പറയില്ലേ, ആ ഒരു രീതിയിലാണ് ഹാൻഡിലിന്റെ ഒരു ഭാഗം വന്നിട്ടുള്ളത് കേട്ടോ. ബ്രേക്ക് എന്ന് പറയുകയാണെങ്കിൽ ഫ്രണ്ട് ബ്രേക്ക് ഉണ്ട്, അതുപോലെ ലിവർ ബേസ് ചെയ്തിട്ട് ബാക്ക് ബ്രേക്കും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ജസ്റ്റ് ഇതില് നമുക്ക് ഒരു ലിവറോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകില്ല കേട്ടോ. എന്റെ മീറ്റർ ക്ലസ്റ്റർ നോക്കുകയാണെങ്കിൽ കളർ TST ഡിസ്പ്ലേ ആണ് വരുന്നത് കേട്ടോ. 4.3 ഇഞ്ചിന്റെ ഡിസ്പ്ലേ ആണ് വാഹനത്തിൽ നൽകിയിട്ടുള്ളത്. നമുക്ക് അതിന്റെ ഡിസ്പ്ലേ നോക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് അതിൽ ടൈം അറിയാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ബാറ്ററിയുടെ കപ്പാസിറ്റി എത്ര ശതമാനം ഈ വണ്ടിയിൽ ചാർജ് ഉണ്ട് എന്നുള്ളത് അറിയാൻ പറ്റും. ഇപ്പോൾ ഈ വണ്ടിയിലാണെങ്കിൽ 75% ചാർജാണുള്ളത്. ഇത് വെച്ചിട്ട് നമുക്ക് നോർമൽ മോഡിൽ 123 കിലോമീറ്റർ പോവാന്നുള്ളതാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ ട്രിപ്പ് ഇപ്പൊ നമ്മൾ ഇപ്പൊ പോണ ഒരു ട്രിപ്പ് എത്ര കിലോമീറ്റർ ആണ് വെച്ച് കഴിഞ്ഞാൽ അത് ഈ ട്രിപ്പിന്റെ കിലോമീറ്റർ അറിയാം. അതുപോലെ തന്നെ ടോട്ടൽ കിലോമീറ്റർ. ഇതിന് 3 മോഡുകളാണ് വരുന്നത്: സ്പോർട്ട്, നോർമൽ, എക്കോ. മോഡ് ഉണ്ട്, ക്രൂയിസ് കൺട്രോൾ ഉണ്ട്. ഇത് 2 ഇൻഡിക്കേറ്റേഴ്സ് ആണ്, ബ്രൈറ്റും ഇത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനുള്ളത് എഞ്ചിൻ. അതെ മാഡം, അപ്പൊ നമ്മുടെ എല്ലാ റോഡ് സ്റ്റാറിന്റെ വിശേഷങ്ങൾ ഇത്ര വരണേ അല്ലേ? അതെ, ഇത്ര പോരേന്നല്ലേ? ഇത്ര പോരെ. റേഞ്ചില് ഇവൻ വേറെ ലെവലിലേക്കാട്ട പോണേ. കാരണം വേറെ ഒരു വാഹനങ്ങളിലും ഇത്ര റേഞ്ച് പറയുന്നില്ലല്ലോ. ഇല്ല
ഈ ഒരു 500 റേഞ്ച് എന്ന് പറഞ്ഞാൽ ഏത് വാഹനത്തിലൊക്കെ കൊടുക്കണേ അല്ലേ? ഇപ്പൊ കൊടുക്കുന്നില്ല, അതുപോലെ തന്നെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഓല റോഡ്സ്റ്റർ തരംഗാവട്ടെ 5 കളർ അവൈലബിൾ ആണ്. 5 കളർ അല്ലേ? ഇനിയിപ്പോ വരാനിരിക്കുന്ന മോഡലും കൂടി അടുത്ത് തന്നെ വരുമല്ലോ അല്ലേ? തീർച്ചയായിട്ടും നമ്മൾ വണ്ടി ബില്ലിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ഡെലിവറി സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ലോൺ ഫെസിലിറ്റി കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഷോറൂമിൽ ചെയ്തു കൊടുക്കല്ലോ അല്ലേ? ഫിനാൻസ് സ്റ്റാഫുകൾ ഉണ്ട്, സിറ്റിംഗ് ഉണ്ട്. ഇപ്പൊ സിബിലൊക്കെ കറക്റ്റ് ഉള്ള ഒരാളാണ് വെച്ച് കഴിഞ്ഞാൽ ആധാർ കാർഡ്, പാൻ കാർഡ് അവരുടെ ഒരു അഡീഷണൽ പ്രൂഫ് ആയിട്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ കൂടി വന്നു കഴിഞ്ഞാൽ ഒരു 15 മിനിറ്റ് 20 മിനിറ്റിനുള്ളിൽ അവരുടെ ഫിനാൻസും പാസ്സായി അവർക്ക് ബില്ല് ചെയ്തിട്ട് പോകാൻ പറ്റും. ഇത്രയാണ് നമ്മുടെ വാഹനത്തിന്റെ വിശേഷങ്ങൾ അല്ലേ? വീഡിയോയില് ഷോറൂമിന്റെ നമ്പർ നമ്മൾ കൊടുക്കും. നിങ്ങൾ ഓലയുടെ ഏതൊരു വാഹനം എടുക്കാൻ നിൽക്കുന്ന ആൾക്കാരാണെങ്കിലും നമ്മുടെ തൃശ്ശൂര് MG റോഡിലുള്ള നമ്മുടെ ഷോറൂമിലേക്ക് വിളിക്കാലോ അല്ലേ? ഇന്നത്തെ വിശേഷം ഓല റോഡ്സ്റ്റർ എക്സ്പ്രസിന്റെ വിശേഷങ്ങളായിരുന്നു. ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. പിന്നെ ആ ബെൽ ബട്ടൺ അവിടെ അമർത്തി അങ്ങോട്ട് ചവിട്ടി പിടിച്ചോളൂ. ഞാൻ നിങ്ങളുടെ സ്വന്തം അബു കെ വ്ലോഗ്സ് അഭിലാഷ്. നമുക്കിനി നെക്സ്റ്റ് വീഡിയോ കാണാം കേട്ടോ. ബൈ.